നമ്മൾ ഏകദേശം 10 മാസം കഴിയാറായി. ഇതുവരെ ചെലവഴിക്കാൻ കഴിഞ്ഞത് ഏകദേശം 38% മാത്രമാണ്. ഇനി 62% ചെലവഴിക്കണം. ഇത്ര രൂക്ഷമായൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഗവൺമെൻറ്റിന് അടുത്ത 2 മാസം കൊണ്ട് എങ്ങനെ 62% വരുന്ന വാർഷിക പദ്ധതി അടങ്കൽ ചെലവഴിക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായൊരു രൂപം ഈ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രിക്ക് കൊടുക്കാൻ കഴിയാതെ വന്നു. എന്നാൽ ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഗവൺമെൻറ് സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം വീണ്ടും ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി അമിതമായ റവന്യൂ ഡെഫിസിറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല 2025-26 പ്രഖ്യാപിച്ച പല വികസന പ്രവർത്തനങ്ങളും നടപ്പിലാക്കാൻ കഴിയാതെ വന്നു. അതിൻ്റെ അനന്തരഫലമാണ് നമ്മളുടെ വിഭവസമാഹരണ ശേഷി കുറഞ്ഞതും അത് വിഭവസമാഹരണം നടത്താൻ കഴിയാതെ വരികയും ചെയ്തത്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം വയനാട് നമുക്ക് വിഭവ സമാഹരണത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ കാലത്തും വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ട് ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് പറയുന്നത് പൂർണ്ണതയിലെത്തുക എന്നുള്ളത് നമ്മുടെ ഒരു എത്തുക എന്നത് എപ്പോഴും വിമർശനങ്ങൾ എന്നുള്ളതിനെ